ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. നമ്മുടെ KV, അതേപോലെ നവോദയ, കേന്ദ്ര വിദ്യാലയ, നവോദയ ഇത്തരം സ്കൂളുകളുടെ ടയർ 2 എക്സാംസിൻ്റെ സിലബസ് ഓൾറെഡി അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് നിങ്ങളുമായിട്ട് അതിലെ അക്കൗണ്ടൻസിയുടെ ടോപ്പിക്സുകൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാനിന്ന് ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത്. വളരെ പ്രധാനമായിട്ടും ഘട്ടങ്ങളിലൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലെവൽസിലൂടെയാണല്ലോ ഇപ്രാവശ്യത്തെ കേന്ദ്ര വിദ്യാലയ ആണെങ്കിലും നവോദയ ആണെങ്കിലും രണ്ടും നമുക്ക് മുന്നോട്ട് പോകുന്നത്. അപ്പം ടയർ 1 ഉണ്ട്, ടയർ 2 ലെവൽസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ടയർ ഉണ്ട്, സെക്കൻഡ് ടയർ എക്സാംസ് ഉണ്ട്, പിന്നെ ഇൻ്റർവ്യൂസ് ഉണ്ട്. PGT കൊമേഴ്സ് ഒക്കെ ആകുമ്പോൾ ഒബ്വിയസായിട്ടും ഇൻ്റർവ്യൂസും മറ്റും നമുക്ക് ഉണ്ടായിരിക്കും. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ടയർ 1 നിന്നും സെലക്ട് ചെയ്യപ്പെടുന്ന വളരെ കുറച്ച് പേർക്കാണ് ടയർ 2 ഒരു എക്സാം എഴുതാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുകയുള്ളൂ. ബട്ട് ഏറ്റവും വലിയ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയർ 1 എക്സാമിൻ്റെ റിസൾട്ട് വന്ന് വളരെ വേഗത്തിൽ തന്നെ ജാനുവരി 2nd വീക്കിൽ എന്തോ ആണ് ടയർ 1ൻ്റെ എക്സാംസ് വരുന്നത്. എനിക്ക് ജാനുവരി 10th or 11th ആണ്. കൊമേഴ്സിൻ്റെ ഏതാണെന്ന് എനിക്ക് എക്സാക്ട്ലി അറിയില്ല. ബട്ട് ഡേറ്റ് 10th and 11th ആണ് വന്നിരിക്കുന്നത്. അതിലേതെങ്കിലും ഒരു ദിവസമായിരിക്കും കൊമേഴ്സിൻ്റെ എക്സാംസ് വരിക. അപ്പം ജാനുവരി വന്നു കഴിഞ്ഞാൽ അവർ റിസൾട്ടൊക്കെ പ്രഖ്യാപിച്ചാൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് രണ്ടാമത്തെ ടയർ എക്സാംസിലേക്ക് പോകും. അപ്പം നമുക്ക് പഠിക്കാനുള്ള സമയം വളരെ ലിമിറ്റഡ് ആയിരിക്കും. ഒരു കേരള PSCക്ക് കിട്ടുന്ന പോലെയുള്ളൊരു സമയമൊന്നും ഒരിക്കലും നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കേണ്ടതായിട്ടില്ല. എല്ലാവരും ടയർ 1 സിലബസ്, ടയർ 1 പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലും ടയർ 1 എക്സാമിനായിട്ടുള്ള തയ്യാറെടുപ്പിലും മറ്റുമൊക്കെയാണെന്ന് അറിയാം. അപ്പം അതോടൊപ്പം തന്നെ നമ്മൾ ടയർ 2 കൂടി ഒന്ന് പതുക്കെ നോക്കി പോകുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. റിസൾട്ട് വന്ന് പിന്നെ സിലബസ് തന്നെ വളരെ വാസ്റ്റാണ്. നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. വളരെയധികം വാസ്റ്റായിട്ടുള്ള ഒരു സിലബസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ബിസിനസ് സ്റ്റഡീസും അക്കൗണ്ടൻസിയും ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിൽ കണ്ട് വേണം പ്രിപ്പറേഷൻസ് നടത്താനായിട്ട്. എനിക്ക് പൊതുവായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നമ്മുടെ സിലബസ് ഇതെനിക്ക് നമ്മുടെ ഓൾറെഡി അവരുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഈ സിലബസ് ഓവറോൾ ആയിട്ടൊരു ഐഡിയ പ്രൊവൈഡ് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, ഞാൻ പൊതുവായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയർ 2 എക്സാമിന് ഐ തിങ്ക് 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് MCQs ആയിട്ടും അതിൽ 0.25 നെഗറ്റീവ്സും ഉണ്ട്. ഒരു ശരി ഉത്തരത്തിന് 1 മാർക്കും, ഒരു ഉത്തരം തെറ്റിപ്പോയി കഴിഞ്ഞാൽ 1.25 മാർക്ക് റെഡ്യൂസ് ആവും. എന്ന് വെച്ചാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ തെറ്റുമ്പോൾ ആ ഒരു തെറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ 1 മാർക്കും പോകും. ശരിയായ നമ്മൾ ചെയ്തിരിക്കുന്ന ഉത്തരത്തിൽ നിന്നും 0.25 മാർക്ക് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പം ടോട്ടലി 1.25 മാർക്സ് റെഡ്യൂസ് ചെയ്യപ്പെടും ഈ ഒരു കേസിൽ എടുക്കുമ്പോഴത്തേക്കും. അപ്പം അത് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും. അൾട്ടിമേറ്റ്ലി നമ്മൾ നോക്കുമ്പോൾ MCQസും പ്രാക്ടീസ് ചെയ്യണം. ബട്ട് മറ്റൊരു ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡിസ്ക്രിപ്റ്റീവ് എക്സാം. ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരുന്ന പരീക്ഷ എന്ന് പറയുന്നത്. 40 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 40 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കുമെന്നും ഓർത്ത്. ഇതൊക്കെ ജനറൽ ഇൻസ്ട്രക്ഷൻസ് ആണ് കേട്ടോ. ഇനി നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് പക്ക NCERT അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു സിലബസാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് സംശയം വരും, NCERT മാത്രം പഠിച്ചാൽ മതിയോ, അതിൽ നിന്ന് മാത്രമേ ചോദ്യം വരികയുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NCERT ആസ് യൂഷ്വൽ അതൊരു ബൈബിളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമുക്ക് അടിസ്ഥാനപരമായി വേണ്ട ബുക്ക്. ബട്ട് അതിൽ നിന്ന് മാത്രം ചോദിക്കാൻ സാധ്യതയില്ലല്ലോ. നിങ്ങൾക്ക് ഒന്ന് ലോജിക്ക് ഉപയോഗിച്ച് ചിന്തിച്ചാൽ മനസ്സിലാക്കാനായിട്ട് പറ്റുമല്ലോ. അല്പം കൂടെ ആ നിലവാരത്തിൽ, ലൈക്ക് NCERT എന്ന് പറഞ്ഞാൽ +2 നിലവാരമല്ലേ ഉള്ളൂ. അപ്പോൾ ഒരിക്കലും നമ്മുടെ പരീക്ഷ ഒരു PG നിലവാരത്തിലുള്ള പരീക്ഷയായിരിക്കും. സിലബസ് തന്നെയായിരിക്കും, NCERT അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും. ബട്ട് കുറച്ചും കൂടെ നിലവാരമുള്ള, കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരും. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലൊക്കെ നമുക്കിവിടെ ബിസിനസ് സ്റ്റഡീസിലെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നൊരു ടോപ്പിക്കുണ്ട്. ഓക്കെ, നോക്കട്ടെ, എവിടെയെങ്കിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏറ്റവും അവസാനം എന്തുവാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഉണ്ട്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമൊക്കെ വരും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ +2 NCERT എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇത്രയൊന്നും അതിൽ ഉണ്ടാകത്തില്ല, ഡെപ്തായിട്ടൊന്നും പോകത്തില്ല. ഇപ്പം വർക്കിംഗ് ക്യാപിറ്റലാണ്, ഇതിൻ്റെ തിയറീസ് ഒന്നും അങ്ങനെ വരില്ല. ഒരുപാട് ഡെപ്തായിട്ടൊന്നും പോകുന്നേ ഇല്ല NCERTക്ക്. അതൊക്കെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എസ്പെഷ്യലി.
അപ്പം അത്രയും സിമ്പിളായിട്ട് പഠിച്ചാൽ പോരാ, അത് ഒരല്പം ഡെപ്തായിട്ട് വേണം. വാട്ട് ഈസ് വർക്കിംഗ്, എനിക്കൊന്ന് NCERT അത് വർക്കിംഗ് ക്യാപിറ്റലിനെ പറ്റി പറയുന്നുണ്ട്, പക്ഷെ അത് വളരെ സിമ്പിളായിട്ട് നാരോ ആയിട്ട് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. അത് മാത്രം വായിച്ചിട്ട് പോയാൽ നമുക്ക് എക്സാം സ്കോർ ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് നമ്മുടെ ലോജിക്ക് ഉപയോഗിച്ചാൽ മതി. കാരണം ഒരിക്കലും ഒരു PG നിലവാരത്തിലുള്ള പരീക്ഷയ്ക്ക് +2 ബുക്സ് മാത്രം നമുക്ക് റെഫർ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ പാസ്സാവുക എന്ന് പറയുന്നത്, ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിലൊരു റീസൺ എന്ന് പറയുന്നത്, ഒന്ന് ഓൾറെഡി കോമ്പീറ്റ് ചെയ്തിട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അത്രയും ഓൾറെഡി ഒരു വലിയ മത്സരത്തിന് ശേഷം സെലക്ട് ചെയ്യപ്പെട്ട് വളരെ ഉയർന്ന മാർക്ക് വാങ്ങിച്ച വളരെ കുറഞ്ഞ ഒരു പക്ഷം ആൾക്കാരാണ്, വളരെ ചെറിയൊരു വിഭാഗം ആൾക്കാരാണ് ഈ പറഞ്ഞ രണ്ടാമത്തെ റൗണ്ടിലേക്ക് മത്സരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സമർത്ഥരായിട്ടുള്ള ആൾക്കാരുടെ കൂടെയാണ് നമ്മൾ മത്സരിക്കുന്നത്. നിങ്ങൾ ഈ രണ്ടാമത്തെ റൗണ്ടിൽ എത്തിയാൽ പോലും അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. കാരണം ഇത്രയും അധികം ആൾക്കാരോട് കൂടി ഇത്രയും വലിയൊരു കോമ്പറ്റീഷനെ ചാലഞ്ച് ചെയ്ത് ഫേസ് ചെയ്ത് നിങ്ങൾ ഈ രണ്ടാമത്തെ ടയറിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു വളരെ ഗ്രേറ്റ് തിങ് തന്നെയാണ്. അപ്പം അവരോട് നമ്മൾ മത്സരിക്കുമ്പോൾ സമർത്ഥരായ ആൾക്കാരാണെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആൾക്കാർക്കും അറിയാം, നിങ്ങളെല്ലാവരും സമർത്ഥരായിരിക്കുമല്ലോ. അപ്പോൾ അപ്പം ആ ഒരു നിലവാരം ഉണ്ടായിരിക്കും. പിന്നെ എല്ലാവരും ഇത് പഠിച്ചിട്ട് വരികയും ചെയ്യും NCERT. അപ്പോൾ നമ്മളൊരു അല്പം കൂടെ ആഴത്തിൽ പോയി പഠിക്കേണ്ടതായിട്ട് വരും. അതൊന്നും മനസ്സിൽ കരുതിയേക്കുക. ബട്ട് NCERT കൃത്യമായിട്ട് വായിക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റിസൾട്ട് വന്ന് എനിക്ക് തോന്നുന്നു മാക്സിമം 1 or 2 months ടൈമേ കിട്ടും. ഒരു 2 മാസമെങ്കിലും കിട്ടുവാണെങ്കിൽ ഭാഗ്യം. കാരണം നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ തന്നെ ഇപ്പം എനിക്കൊന്ന് 11th December എന്തോ ആണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഏതാണ്ട് 1 മാസം പോലും ഇല്ല ഈ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നോട്ടിഫിക്കേഷൻ വന്ന് അറൗണ്ട് 1.5 months ടൈമോ 1.5 മാസം സമയമല്ലേ കിട്ടിയുള്ളൂ നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യണം. 1.5 മാസം സമയമേ കിട്ടിയുള്ളൂ ഫസ്റ്റ് ടയറിലേക്ക്. അപ്പോൾ സെക്കൻഡ് ടയറിൽ നിങ്ങൾ അത്രയൊക്കെ സമയം പ്രതീക്ഷിച്ചാൽ മതി. റിസൾട്ട് വന്ന് 1.5-2 മാസം മാത്രമേ കിട്ടൂ. ഈ 2 മാസം കൊണ്ട് NCERT കവർ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ നിങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ ചാലഞ്ചിങ് ആയിരിക്കും. എസ്പെഷ്യലി ഡിസ്ക്രിപ്റ്റീവ് കൂടെ ഉള്ളതുകൊണ്ട് തന്നെ വായിച്ച് വിട്ടാൽ പോരാ, പ്രോബ്ലംസ് ഒക്കെ ചെയ്യണം, അക്കൗണ്ട്സ് ഒക്കെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഒരു ചാലഞ്ചിങ് ടാസ്ക് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഡെപ്ത് ആയിട്ടുള്ള നോളജും കൂടെ നമ്മൾ അക്യൂർ ചെയ്യേണ്ടി വരിക. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം നമ്മൾ ഇപ്പോഴേ ചെറിയ രീതിയിലൊന്ന് വായിച്ചിട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഗുണം ചെയ്യും. പിന്നെ പലരും ഭയപ്പെടുന്നൊരു കാര്യം, ടയർ 1 കിട്ടിയില്ലെങ്കിൽ പിന്നെ ഈ പ്രിപ്പറേഷൻ ബുദ്ധിമുട്ടായി അങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ട. കാരണം ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചു ഏത് നോളജ് ആണെങ്കിലും പഠിച്ചു വെച്ചു എന്നതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടൊന്നും ആർക്കും ഉണ്ടാകുന്നില്ല. ഗുണം മാത്രമേ നമുക്ക് ഉണ്ടാകുന്നുള്ളൂ. എത്രയോ പരീക്ഷകൾ ഇനിയും കേരള PSC തന്നെ എത്രയോ വളരെ ജോലി സാധ്യതയുള്ള പരീക്ഷകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ നിസ്സംശയം നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇറ്റ്സ് ആൻ അഡ്വാൻറ്റേജ്. അപ്പം എന്തായാലും നമുക്ക് ഒന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സിലബസ് എന്നുള്ള കാര്യം. അപ്പോൾ വായിക്കുക, നിങ്ങൾ പതുക്കെ വായിച്ച് തുടങ്ങുക. ഓക്കെ. അപ്പോൾ അക്കൗണ്ടൻസിയാണ് ഞാൻ ഇന്ന് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അക്കൗണ്ടൻസിയിൽ നമുക്ക് പഠിക്കാനുള്ളത് ആദ്യം അക്കൗണ്ടൻസിയുടെ ഇൻട്രൊഡക്ഷൻ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഭാഗമാണ്. ഇത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള ബേസ് ഓഫ് അക്കൗണ്ട്സ് ആണ് നമുക്ക് കാണാൻ പറ്റുക. ഞാൻ 2 രീതിയും പറഞ്ഞു പോകാം. MCQസിൻ്റെ കാര്യങ്ങളും പറയാം, ഡിസ്ക്രിപ്റ്റിൻ്റെ കാര്യം, രണ്ടും ഞാൻ ഒരുപോലെ തന്നെ പറയാം. ഇതിൽ അക്കൗണ്ടിങ്ങിൽ നമുക്ക് പറയുമ്പോഴത്തേക്ക് അക്കൗണ്ടിങ്ങിൻ്റെ കോൺസെപ്റ്റ്, മീനിങ് ഇതെല്ലാം നമ്മുടെ NCERT സിലബസിൽ കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, റോൾ ഓഫ് അക്കൗണ്ടിങ് ഇൻ ബിസിനസ്. NCERT വായിക്കുന്ന സമയത്ത് നിങ്ങൾ ലൈൻ ബൈ ലൈൻ വായിക്കാൻ ശ്രദ്ധിക്കണേ. ഒരു ഓവറോൾ ഐഡിയ ഉണ്ടാക്കി വെക്കാതെ ലൈൻ ബൈ ലൈൻ വായിച്ചു പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോന്നും വായിക്കുമ്പോഴും അല്പം കൂടെ ഡെപ്തായിട്ട് നോളജ് ഗെയിൻ ചെയ്യാൻ ട്രൈ ചെയ്യുക. നമുക്ക് നെറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ കുറച്ചും കൂടെ അപ്പോൾ MCQs ഒക്കെ വരുമ്പോൾ അല്പം നിലവാരം ഉണ്ടായിരിക്കും. ഡിസ്ക്രിപ്റ്റീവ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല, എന്നാലും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കുറച്ചുകൂടി നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാകാൻ സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് +2 ബുക്സ് മാത്രമാവാനുള്ള സാധ്യത കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമുക്ക് +2 ബുക്ക് വിടാൻ പറ്റില്ല. NCERT ബേസ് ആണ്, പഠിച്ചേ പറ്റും. അപ്പോൾ എനിവേസ് ഇതിൽ പറയുന്ന കാര്യം ഡെഫിനിഷൻ, അതേപോലെ സോഴ്സ് ഓഫ് ഒബ്ജക്റ്റീവ്സ്, അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ്, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ്, യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ആദ്യത്തെ ഭാഗത്ത് കാണാൻ പറ്റും. ഈ ഭാഗം അങ്ങനെ അങ്ങ് വലിയ ഇമ്പോർട്ടൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് രണ്ടാമത്തെ ഈ ഒരു ഭാഗമാണ് എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അക്കൗണ്ടിങ് കോൺസെപ്റ്റുകൾ ഏതെങ്കിലുമൊക്കെ ചോദിക്കാം. ഇന്ന് തന്നെ ചോദിക്കുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ബട്ട് ഏതെങ്കിലുമൊക്കെ അക്കൗണ്ടിങ് ടേംസ് ചോദിക്കും. ഇവിടെ തന്നെ ഇപ്പോൾ ഒരുപാട് അക്കൗണ്ടിങ് ടേംസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ബിസിനസ് ട്രാൻസാക്ഷൻ, എൻറ്റിറ്റി, ക്യാപിറ്റൽ ഡ്രോയിങ്സ്, ലൈബിലിറ്റി തന്നെ പല രീതിയിൽ പറയുന്നു. അങ്ങനെ ഓരോന്നിനെ പറ്റിയും പറയുന്നുണ്ട്. ഇതിൽ എനിക്ക് തോന്നുന്നു വൗച്ചറൊക്കെ നന്നായിട്ട് നോക്കി വെക്കുക കേട്ടോ. വൗച്ചർ പോലെയുള്ള കാര്യം, കാരണം ഇതിൽ കണ്ടിട്ട് നിങ്ങൾക്ക് തെറ്റിക്കാനും നിങ്ങൾക്ക് ഡൗട്ട് വരാനും സാധ്യതയുള്ള ടോപ്പിക്ക് വൗച്ചിങ് പോലെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഫിക്സഡ് അസറ്റ് ആണെങ്കിലും നമ്മുടെ ഇൻടാഞ്ചിബിൾ പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള അസറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പഠിച്ചു വെച്ചോളൂ. പിന്നെ എക്സ്പെൻഡിച്ചറിൽ നമ്മുടെ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളല്ലേ, ഈ പറഞ്ഞ ക്യാപിറ്റൽ, റവന്യൂ പോലെയുള്ള എക്സ്പെൻഡിച്ചേഴ്സും കാര്യങ്ങളൊക്കെ
ഈ കൊടുത്തിരിക്കുന്ന ക്യാപിറ്റൽ നേച്ചറുള്ള കാര്യങ്ങൾ, റവന്യൂ, ഇതൊക്കെ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എക്സ്പെൻഡിച്ചർ എന്ന രീതിയിൽ മാത്രമല്ല പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്, റവന്യൂസ് വെച്ചിട്ട് പോലും ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിലൊക്കെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ടല്ലോ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആകുമ്പോഴുള്ള കണ്ടീഷൻസ്, റവന്യൂ എക്സ്പെൻഡിച്ചർ ആകുമ്പോൾ ഉണ്ടാകുന്ന കണ്ടീഷൻസ്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ച് കാണുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു ചോദ്യമാണ് ആ ഭാഗത്ത് നിന്നൊക്കെ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് നോക്കണം കേട്ടോ, ഏതൊക്കെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, എന്തൊക്കെയായിരിക്കാം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ കണ്ടീഷൻസ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള തിയററ്റിക്കൽ ബേസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഏത് പരീക്ഷ എടുത്താലും ഇതിൽ ഏതെങ്കിലുമൊക്കെ ചോദിക്കും. പിന്നെ ലക്കിലി അവർ എടുത്തു പറയുന്നുണ്ട്, ഇത്രയും പ്രിൻസിപ്പിൾസ് മാത്രമേ എടുത്തു പറയുന്നതുകൊണ്ട് ചിലപ്പോൾ അത് നമുക്ക് ഗുണം ചെയ്യുമായിരിക്കും. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പഠിക്കണം, മണി മെഷർമെൻറ്റ്, ഗോയിങ് കൺസേൺ, NCERT അതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. കോസ്റ്റ് കോൺസെപ്റ്റ്, ഡ്യുവൽ ആസ്പെക്ട്, റവന്യൂ റെക്കഗ്നീഷൻസ്, മാച്ചിങ്, ഫുൾ ഡിസ്ക്ലോഷർ, കൺസിസ്റ്റൻസി, കൺസർവേറ്റിസം പ്രിൻസിപ്പിൾസ് ഒക്കെ നന്നായിട്ട് ചോദിച്ച് കാണുന്ന ഒരു പ്രിൻസിപ്പിൾസ് ആണ്. മെറ്റീരിയാലിറ്റി ആൻഡ് ഒബ്ജക്റ്റിവിറ്റി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഒക്കെ പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ച് കാണുന്നുണ്ട്. സോ ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആസ് വെൽ. പിന്നെ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം, ക്യാഷ് ബേസ്, അക്രൂവൽ ബേസിസ് ഒക്കെ നോക്കുക. കൂടുതലായിട്ട് നിങ്ങളുടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും അക്കൗണ്ടിങ്ങിൻ്റെ പലതരത്തിലുള്ള പ്രിൻസിപ്പിൾസും കോൺസെപ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അതിന് കുറച്ചുകൂടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, നമ്മുടെ NCERT അതൊക്കെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ പറ്റി വലിയതായിട്ടൊന്നും കൊടുത്തിട്ടില്ല. അപ്പം അത്രയും മാത്രം നിങ്ങൾ പഠിച്ചു പോയാൽ അതിൽ നിന്ന് അത്രയും മാത്രമേ ചോദിക്കൂ എന്ന് എനിക്കറിയില്ല. ഞാൻ നമുക്കൊരിക്കലും ഇങ്ങനെ വരും അങ്ങനെ വരും നമുക്ക് പറയാൻ പറ്റില്ല 100%. എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എനിക്കൊന്ന് കുറച്ചും കൂടെ ഒന്ന് പഠിക്കുക. നമുക്ക് നെറ്റിൻ്റെയൊക്കെ ബുക്കുകളൊക്കെ അവൈലബിൾ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ PG പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് നോക്കുക. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വളരെ കുറച്ച് മാത്രമേ നമ്മുടെ NCERT ബുക്കിൽ കണ്ടുള്ളൂ. അപ്പോൾ അത് കുറച്ചുകൂടെ പഠിക്കണം. GST ആണെങ്കിൽ വളരെ കുറച്ച് മാത്രമേ കണ്ടുള്ളൂ. സോ അതൊക്കെ ഒന്ന് അടുത്ത് നോക്കുക. ഗ്യാപ്പൊക്കെ വളരെ കുറച്ച് മാത്രമേ NCERT ബുക്കിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് പോരാ, ഒരല്പം കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനം നിങ്ങൾ ആ ഭാഗത്ത് നടത്തേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്തിനൊക്കെ ഈ അക്കൗണ്ടിങ് ടേംസ് ഇതൊക്കെ എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മുടെ ആ NCERT തന്നെ മതിയായിരിക്കും ഈ പറഞ്ഞ ഭാഗത്തിനൊക്കെ. പക്ഷെ ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ഒരു ചാപ്റ്ററിലൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു PG നിലവാരത്തിലെ ബുക്കൊക്കെ വായിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഇതൊക്കെ നമുക്ക് NCERT തന്നെ ഇനഫ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വൗച്ചിങ് ട്രാൻസാക്ഷൻസ്, സോഴ്സ് ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണെന്നൊക്കെ അറിയാനായിട്ട് അക്കൗണ്ടിങ് ഇക്വേഷൻസ് ഒക്കെ NCERT തന്നെ അത്യാവശ്യം ഡെപ്ത് ആയിട്ടും ഡീറ്റെയിൽ ആയിട്ടും പോകുന്നുണ്ട്. ദിസ് ഇനഫ്, നിങ്ങൾക്ക് NCERT വായിച്ചാൽ മതിയായിരിക്കും. ജേണൽ എൻട്രീസ്, ക്യാഷ് ബുക്ക് ആണെങ്കിലും നന്നായിട്ട് NCERT ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ NCERT ഇസ് എനഫ് ഫോർ ദാറ്റ്. പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺസ് ബുക്ക്, സെയിൽസ് റിട്ടേൺസ് ബുക്കൊക്കെ NCERT അത്യാവശ്യം കൊടുത്തിട്ടുണ്ട്. ഇത് മതിയായിരിക്കും. ജനറൽ പ്രോപ്പർ കൊടുത്തിട്ടുണ്ട്. ലെഡ്ജറിൻ്റെ കാര്യമൊക്കെ NCERT ഇസ് വെരി ഗുഡ്. നല്ലൊരു ബുക്കാണ് NCERT ഈ ഒരു ചാപ്റ്ററിന്. ഡീറ്റെയിൽഡ് തന്നെ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ട്രാൻസാക്ഷൻ, ഹൗ വി ക്യാൻ പോസ്റ്റ് എൻട്രീസ് ഇൻ ടു ദി ഡിഫറെൻറ്റ് ബുക്സ്, അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെങ്കിലും NCERT ഇസ് എനഫ്. NCERT വായിച്ചാൽ മതിയായിരിക്കും. ഡിപ്രീസിയേഷൻ്റെ കാര്യമാണെങ്കിൽ NCERT മതിയായിരിക്കും. NCERT അപ്പുറത്തേക്ക് മാറി എനിക്ക് തോന്നുന്നു. NCERT പിന്നെ ഇവരെടുത്ത് പറയുമ്പോൾ 2 മെത്തേഡേ കൊടുത്തിട്ടുള്ളൂ. സോ വി മസ്റ്റ് ബി വെരി ഹാപ്പി, ബിക്കോസ് ഒരുപാട് മെത്തേഡ് ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിലും ഇവർ 2 മെത്തേഡേ പറയുന്നുള്ളൂ. അത് NCERT ഡീറ്റെയിൽഡ് ആയിട്ടും ഡെപ്ത് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. സോ ഇറ്റ്സ് വെരി ഈസി. അഡ്വാൻറ്റേജസ് ഒക്കെ ആണെങ്കിലും എല്ലാം നമുക്ക് ഗുണം ലഭിക്കുന്നതാണ്. പ്രൊവിഷൻസും റിസർവ് തമ്മിൽ ഡിഫറൻസ്, ഐ തിങ്ക് NCERT പ്രൊവിഷൻസും ഡിഫറൻസസ് വളരെ കുറച്ചാണോ എന്ന് ഉണ്ട്, ഇല്ലെന്നല്ല, ബട്ട് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു NCERT ഒരു PG നിലവാരത്തിലെ ബുക്ക് വായിക്കുമ്പോൾ അല്പം കൂടെ കൂടുതൽ ഐഡിയാസ് കിട്ടുമെന്നാണ്. ഐ തിങ്ക് സോ. നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് ഉണ്ട്. ടൈപ്സ് ഓഫ് റിസർവ്സ് ആണെങ്കിലും ദേ ഹാവ്, ബട്ട് ഒരു പ്രശ്നമെന്ന് പറയുന്നത് അതൊരു +1 കുട്ടികൾക്ക് മനസ്സിലാകേണ്ട രീതിയിലാണ് റിസർവിനെ പറ്റി കൊടുത്തിരിക്കുന്നത്. എസ്പെഷ്യലി റവന്യൂ, ക്യാപിറ്റൽ, ജനറൽ, സ്പെസിഫിക് ആൻഡ് സീക്രട്ട് റിസർവ് എന്ന് പറയുന്നത്. സോ അത്രയും പോരാ, കുറച്ചും കൂടെ പഠിക്കണം നിങ്ങൾ. അപ്പോൾ ഒരു PG നിലവാരത്തിൽ ബുക്ക് എടുത്തു അതുകൂടെ വായിക്കേണ്ടി വരും. ഓരോന്നിനകത്ത് വരുന്ന കമ്പോണൻസിനെ പറ്റിയൊക്കെ ഒന്ന് നന്നായിട്ട് പഠിക്കേണ്ടി വരും. ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ, ആ 2 കാര്യങ്ങളും നമുക്ക് ഡെപ്തായിട്ട് പഠിക്കേണ്ടി വരും. അറിഞ്ഞു വെച്ചാൽ മതിയായിരിക്കും. അത് NCERT ഈസ് എനഫ്. പിന്നെ ട്രയൽ ബാലൻസിനെ പറ്റിയിട്ടൊന്നും അറിയാനായിട്ട് അതെങ്ങനെ പ്രപ്പോസ് ചെയ്യാനായിട്ട് പറ്റും, അങ്ങനെ കുറേ കാര്യങ്ങൾ. എറേഴ്സ് അതെന്തായാലും നിങ്ങൾ പഠിച്ചേ പറ്റൂ. NCERT മതിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം NCERT അത് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് കാര്യങ്ങളൊക്കെ. ഞാൻ ആദ്യം നമ്മുടെ MCQസിനെ ഒന്നെയാണ് പറഞ്ഞു പോകുന്നത്. MCQസിൻ്റെ എങ്ങനെ പ്രപ്പോസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇതൊന്ന് കവർ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവിലും എങ്ങനെയായിരിക്കണം എന്ന് ഞാൻ പറയാം. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പറയാമെന്ന് പറയുന്നത് ഇറ്റ്സ് എ ചാലഞ്ചിങ് ടാസ്ക്. അതുകൊണ്ടാണ് ആദ്യം MCQസിനെ എങ്ങനെ പ്രപ്പോസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. ഏത് ബുക്ക് വായിക്കണം എന്നാണ് ഞാൻ പറയുന്നത്.
പിന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലേക്ക് വരുമ്പോഴത്തേക്ക് രണ്ടാമത്തെ പാർട്ടിൽ, അത് രണ്ടാമത്തെ ബുക്കാണ്. NCERTയുടെ ബുക്കുകൾ നമുക്ക് അവൈലബിൾ ആണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സോഫ്റ്റ് കോപ്പി ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ ബുക്കുകൾ എനിക്ക് എവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് സ്കൂൾസിലൊക്കെ ഒന്ന് അന്വേഷിക്കുക. പിന്നെ NCERT ബുക്സ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈൻ വാങ്ങിക്കാൻ പറ്റും. ബട്ട് ഐ തിങ്ക് ഒരുപാട് സമയം എടുക്കും തോന്നുന്നു കിട്ടാനായിട്ട്. നിങ്ങളത് കളക്ട് ചെയ്യാൻ നോക്കുക. ഓർ പ്രിന്റ് നിങ്ങൾക്ക് സോഫ്റ്റ് കോപ്പി അവൈലബിൾ ആണല്ലോ, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അനാലിസിസിൽ നമുക്ക് പറയാനുള്ളത് റവന്യൂ, ക്യാപിറ്റൽ റെസിപ്റ്റ്, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നൊക്കെ നമുക്കറിയാം. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഒക്കെ ഉണ്ട്. പക്ഷേ NCERT അത്രയും ഓക്കെ അല്ല. കുറച്ചും കൂടെ നിങ്ങൾക്ക് പഠിക്കണം. NCERTയെക്കാളും കുറച്ചും കൂടെ പുറത്തുനിന്നുള്ള ബുക്കുകൾ വായിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. P&L അക്കൗണ്ട്സിനെ പറ്റിയുള്ള ബേസിക് കാര്യങ്ങൾ NCERTക്ക് അത് കൊടുത്തിട്ടുണ്ട്. ബാലൻസ് ഷീറ്റ് ആണെങ്കിലും NCERTക്ക് അത് കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ്സ് എനഫ്. പക്ഷേ ഇവിടെ പിന്നെ ഒരു നോർമൽ ബാലൻസ് ഷീറ്റ് ആയതുകൊണ്ട് നമുക്ക് അത്രയും ഇൻഡെപ്ത് ആയിട്ട് പോകേണ്ടി വരുന്നില്ല. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. പക്ഷേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക്, ഔട്ട്സ്റ്റാൻഡിങ്, പ്രീപെയ്ഡ് എന്ന് പറഞ്ഞ് നമുക്ക് എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട് അതെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. NCERT ഇസ് എനഫ്. NCERT മതി. NCERTക്ക് അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. സോ NCERT ഇസ് എനഫ്. പിന്നെ പ്രിപ്പറേഷൻ ഓഫ് ട്രേഡിംഗ് P&L അക്കൗണ്ട്, ഇത് NCERT മതി. NCERT തന്നെ എല്ലാ തരത്തിലും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ NCERT എനിക്കൊന്ന് മിസ്റ്റേക്സ് ഒന്നും ഉണ്ടാകത്തില്ലായിരിക്കും NCERTക്കകത്ത്. ബട്ട് NCERT മതിയായിരിക്കും, നിങ്ങൾക്കത് വായിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്രാവശ്യം ഒരു വ്യത്യാസമായിട്ട് NCERTയുടെ എല്ലാ ടോപ്പിക്സ് ഇതിൽ കവർ ചെയ്യുന്നില്ല കേട്ടോ. അതാണ് ഒരു പോയിന്റ്. കാരണം എല്ലാ ടോപ്പിക്സും NCERTക്കകത്ത് എനിക്കൊന്ന് ബിൽ ഓഫ് എക്സ്ചേഞ്ച് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു NCERTക്കകത്ത്. അതൊന്നും ഇതിൽ കാണുന്നില്ല, നമ്മുടെ സിലബസിൽ കാണുന്നില്ല. അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും വലിയ പിടുത്തമില്ല. സിലബസിൽ അതൊന്നും കാണുന്നില്ല. പക്ഷേ NCERTക്കകത്ത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് അങ്ങനെ കുറേ കാര്യങ്ങളെ പറ്റിയൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ അതൊന്നും കാണുന്നില്ല. സോ അത് ചോദിക്കത്തില്ലായിരിക്കാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സിലബസിൽ അത് കാണുന്നില്ല, അവരുടെ സിലബസിൽ. ബട്ട് ടൈം ഉണ്ടെങ്കിൽ അതുകൊണ്ട് നോക്കിക്കോളൂ. ബിക്കോസ് എങ്ങാനും ചോദിച്ചാലേ നമുക്ക് അതും കൂടെ ഗുണം കിട്ടുമല്ലോ തീർച്ചയായിട്ടും. ഓക്കെ. പിന്നെ രണ്ടാമത് +2ൻ്റെ സിലബസ് ആണ് കേട്ടോ. അക്കൗണ്ടിങ് ഫോർ പാർട്ണർഷിപ്പ് ഫേംസ് എന്ന് പറയുന്നത് +2ൻ്റെ സിലബസ് ആണ്. +2ൽ പാർട്ണർഷിപ്പ് ഉണ്ട്. അതിൽ ആദ്യത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ച് പോകാം. പിന്നെ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ടിനെ പറ്റിയിട്ട് വിത്ത് സെക്ഷനൊക്കെ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ CAയുടെ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്, ICAയുടെ മെറ്റീരിയൽസ് എല്ലാം ഇരുന്ന് വായിച്ച് നോക്കാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടത്തില്ല. അറ്റ്ലീസ്റ്റ് സെക്ഷനുകളെങ്കിലും നോക്കി വെച്ചേക്കാം. അതിനെ നോക്കിയാൽ നിങ്ങൾക്ക് കുറേ സെക്ഷൻസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ഒരല്പം ആഴത്തിൽ വായിച്ചാലേ പറ്റും. പക്ഷെ അത് വലിയൊരു ബുക്കാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സമയം ഉണ്ടെങ്കിൽ നമുക്ക് വായിച്ച് തീർക്കാം. പക്ഷേ എല്ലാത്തിൻ്റെ കൂട്ടത്തിൽ അതുകൊണ്ട് കൊണ്ടുപോകേണ്ടതുകൊണ്ട് സമയം കിട്ടാൻ പാടായിരിക്കും. ബട്ട് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ വായിച്ച് നോക്കുക. അതുവഴി സെക്ഷനുകളെങ്കിലും നമ്മുടെ ICAയുടെ മെറ്റീരിയൽ നിന്ന് വായിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ആക്ട് കുറച്ചും കൂടെ നല്ലതാണ്. ഇനി അതും സമയമില്ലെങ്കിൽ NCERT നോക്കുക. NCERTക്കകത്തുള്ള പ്രൊവിഷൻസ് കുറേ കാര്യങ്ങൾ NCERTക്കകത്ത് പറയുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, ഒരു +1ൻ്റെ നിലവാരമേ ഉള്ളൂ അതിനകത്ത്. +1 അല്ല, +2ൻ്റെ ഒരു ഹയർ സെക്കൻഡറി ആ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിലേ കുറച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നോക്കുക. പിന്നെ നമ്മൾ ഈ വായിച്ചു പോകുന്നതിനിടയ്ക്ക് മറ്റേ ബോക്സിലൊക്കെ ഇവർ കുറേ ഐറ്റംസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് NCERTക്കകത്ത്. എല്ലാം വിട്ട് കളയരുത് കേട്ടോ. എല്ലാം NCERTക്കകത്തുള്ള ഒന്നും വിട്ടാൻ പാടില്ല. പറ്റുമെങ്കിൽ സമ്മറിയും ബാക്കിൽ കൊടുത്തിരുന്ന ക്വസ്റ്റ്യൻസും എല്ലാം ഒന്ന് നോക്കിയിട്ട് ഈച്ച് ആൻഡ് എവറിത്തിങ് കവർ ചെയ്തിട്ട് പോകുക. വിത്ത് ഇൻട്രൊഡക്ഷൻ പോലും വിടാൻ പാടില്ലെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. എവിടെ നിന്ന് വേണമെങ്കിലും ഒരു ചോദിക്കാം. അത് മാത്രം. അതിന് ശേഷം പിന്നെയും വായിക്കാൻ കിടക്കുകയാണ്. ബട്ട് അത് വായിക്കുമ്പോൾ അതുകൂടെ നോക്കാം. നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അതിൽ കുറേയൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സമയത്തിൻ്റെ ബുദ്ധിമുട്ടാണ്. നമ്മളത് കണ്ടെത്തി പിന്നെ വായിക്കുക. ആ ഒരു ടൈമിൻ്റെ ഒരു വലിയ ചാലഞ്ചുണ്ട്. ലൈക്ക് അവിടെയാണ് നമുക്ക് കോച്ചിങ് അസിസ്റ്റൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് നല്ല ടൈം ഉണ്ടെങ്കിൽ ഇറ്റ്സ് എനഫ്. നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി തന്നെ മോർ ദാൻ എനഫ് ആയിരിക്കും. ബട്ട് നമുക്ക് സമയമില്ലാത്ത രീതിയിൽ ഏത് എങ്ങനെ എന്തെന്നൊക്കെ നമുക്ക് വലിയ പിടുത്തമൊന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ നിങ്ങൾക്കൊരു അസിസ്റ്റൻസ് സീക്ക് ചെയ്യുന്നത് തെറ്റില്ല. ഓക്കെ, ഞാനത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ്. ഞാൻ എൻ്റെ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരട്ടെ. പാർട്ണർഷിപ്പ് ആക്ടിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. പാർട്ണർഷിപ്പ് ഇൻ ആബ്സെൻസ് ഒക്കെ എപ്പോഴും ചോദിക്കുന്നുണ്ട്. NCERTക്ക് അത് കൃത്യമായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ സെക്ഷനുകളും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് നമ്മുടെ ഇവിടുന്ന് വായിച്ചിട്ടേ, നമ്മുടെ ICAയുടെ മെറ്റീരിയലിൽ നിന്ന് വായിച്ച് സെക്ഷനുകൾ അതിലൊക്കെ എഴുതി പോകാമെങ്കിൽ നല്ലതായിരിക്കും. ഫിക്സഡ് വേഴ്സസ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് NCERT മതി. P&L അപ്രൂവേഷൻ NCERT മതി. ഡിവിഷൻ ഓഫ് ഇതെല്ലാം NCERT മതി. ഈ രണ്ട് കാര്യങ്ങൾക്ക് NCERT തന്നെ ഇനഫാണ്. പ്രോബ്ലംസ് ഈ പറഞ്ഞ ഫിക്സഡ് ക്യാപിറ്റൽ, അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം NCERTക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കുറച്ചും കൂടെ ഒന്ന് വായിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നു. ബട്ട് എനിക്ക് തോന്നുന്നു NCERT തന്നെ ഒരുപാടുണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യം നന്നായിട്ട് NCERT തന്നെ മതിയായിരിക്കും അത്. പിന്നെ ഉള്ളത് പാർട്ണർഷിപ്പ് ഫോംസിൻ്റെ ആ ഒരു റീകോൺസ്റ്റിറ്റ്യൂഷനും അതേപോലെ ഡിസൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇതിൽ പ്രോബ്ലംസ് മാക്സിമം MCQസിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് ഈ ഭാഗത്തു നിന്ന്. NCERTക്കകത്ത് വളരെ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ പ്രോബ്ലംസ്. അതിലുണ്ട് അത്യാവശ്യം. പക്ഷേ കുറച്ചും കൂടെ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്യണമെങ്കിൽ പുറത്തുനിന്നുള്ളൊരു ബുക്കും കൂടെ നോക്കുന്നത് നല്ലതായിരിക്കും. NCERTക്കകത്തുണ്ട്, പക്ഷേ വളരെ കുറവാണ്. വളരെ കുറവെന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യത്തിനുണ്ട്. പക്ഷേ കുറച്ചുകൂടെ കൂടുതൽ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ അക്കൗണ്ടിങ് ഫോർ ഇവാലുവേഷൻ ഓഫ് അസറ്റ്, ഇതെല്ലാം NCERTക്കകത്ത് ധാരാളം കൊടുത്തിട്ടുണ്ട്.
പിന്നെ അഡ്മിഷൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഗുഡ് വില്ല് ട്രീറ്റ്മെൻ്റ് ഒക്കെ NCERT-ക്ക് അത് കുറച്ചേ ഉള്ളൂ. നിങ്ങൾ കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കണം. അത് മറ്റൊരു ബുക്കും കൂടെ ബോറോ ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. ബോറോ അല്ല, നിങ്ങളുടെ ബുക്ക് ഇതുവരെ ഉണ്ടെങ്കിൽ അത് നോക്കി പഠിക്കാം. റിവാലുവേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസിനെ പറ്റിയുള്ള റിസർവിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇതൊക്കെ NCERT മതിയായിരിക്കും. അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, ലോസസ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ NCERT തന്നെ ഇനഫ് ആയിരിക്കും. പിന്നെ റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ, ഇതും NCERT-ക്ക് അത് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് മതിയായിരിക്കും. അതിലും കുറേ കാര്യങ്ങൾ എങ്ങനെയാണ് റിട്ടയർമെൻറ്റ്, ഡെത്ത് സംഭവിക്കുന്നത് NCERT-ക്ക് അത് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ബട്ട് കുറച്ചും കൂടെ നന്നായിട്ട് മെറ്റീരിയൽസ് കിട്ടുകയാണെങ്കിൽ അത് പ്രിഫർ ചെയ്യുക. ബിക്കോസ് NCERT-ക്ക് അത് കുറച്ചേ ഉള്ളൂ. ഡിസീസ്ഡ് പാർട്ട്നേഴ്സിൻ്റെ ഷെയറിങ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ. പിന്നെ പാർട്ണർഷിപ്പ് ഫോമിൻ്റെ ഡിസൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മീനിങ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫോം, ഇത് NCERT-ക്ക് തന്നെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ സെറ്റിൽ ചെയ്യാനായിട്ട് പറ്റും, റിയലൈസേഷൻ അക്കൗണ്ട് എങ്ങനെ പ്രപ്പോസ് ചെയ്യാനായിട്ട് പറ്റും, അങ്ങനെ കുറേ കാര്യങ്ങൾ, ക്യാപിറ്റൽ അക്കൗണ്ട്സ്, ക്യാഷ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കതിൽ കാണാനായിട്ട് പറ്റും. NCERT തന്നെ ധാരാളമാണ് ഇതിനകത്ത്. പ്രോബ്ലംസ് കുറവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലംസ് കുറവല്ല, അതിൽ ഒരുപാടുണ്ട്. എന്നാൽ പോലും കുറച്ചും കൂടെ ഇൻഡെപ്തായിട്ട് പോകുന്ന പ്രോബ്ലംസ് കുറവാണ്. കാരണം അതൊരു +2 പിള്ളേർക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് അല്ലേ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ആ രീതിയായിരിക്കും നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുക. പിന്നെ അക്കൗണ്ടിങ് ഫോർ ഷെയർ ക്യാപിറ്റലാണ്. ഷെയർ ക്യാപിറ്റൽ പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ കമ്പനി ടൈപ്സ് ഒക്കെ മിക്കപ്പോഴും പരീക്ഷകൾക്ക് ചോദിച്ച് കാണുന്നുണ്ട്. സോ അതൊരു നല്ല ഭാഗമായിരിക്കും. ക്യാപിറ്റൽ, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, ഇതൊക്കെ പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ച് കാണുന്ന ഭാഗങ്ങളാണ്. ഫീച്ചേഴ്സ് ആൻഡ് ടൈപ്സ് ഓഫ് കമ്പനീസ് ചോദിച്ച് കാണുന്നുണ്ട്. ഷെയർ ക്യാപിറ്റൽ, ഷെയർ എന്താണ്, ഷെയർ ക്യാപിറ്റൽ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നേച്ചർ, അതേപോലെ ടൈപ്സ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അക്കൗണ്ടിങ് ഫോർ ഷെയർ ക്യാപിറ്റൽ, ഇതൊക്കെ NCERT നല്ലവണ്ണം നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ NCERT നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ആൻഡ് എംപ്ലോയി, സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാനീസ്, ഇതൊക്കെ NCERT-ക്കകത്തുണ്ട്. പക്ഷേ NCERT-ക്കകത്ത് വളരെ ഈ പറഞ്ഞിരിക്കുന്ന പോർഷൻസ് ഒന്നും അത്രയും ഇൻഡെപ്ത് ആയിട്ട് പോയിട്ടില്ല. ചെറിയ ചില പാരഗ്രാഫ്സ് ആയിട്ട് മാത്രമേ കൊടുത്തിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. ബട്ട് അവിടെ കുറച്ചും കൂടെ ഡെപ്തായിട്ട് നിങ്ങൾ പോകേണ്ടിയിരിക്കുന്നു ആ ഭാഗങ്ങളൊക്കെ. അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഓക്കെ. ഫോർ ഫീച്ചർ ഇഷ്യൂസ് NCERT പക്കയാണ്, നമുക്ക് നല്ല വൃത്തിയായിട്ട് മനസ്സിലാവുന്നതിനകത്ത് നന്നായിട്ട് അതിനകത്ത് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. സോ അത് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഡിസ്ക്ലോഷർ ഓഫ് ഷെയർ ക്യാപിറ്റൽ, ബാലൻസ് ഷീറ്റ് ഓഫ് എ കമ്പനി, അത് പക്ഷേ കുറച്ചേ ഉള്ളൂ കേട്ടോ. അതിൽ അവർ വളരെ സിമ്പിളായിട്ട് മാത്രമേ ഈ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതിൽ എനിക്കൊന്ന് 1-2 പ്രോബ്ലംസ് എങ്ങാണ്ട് അവർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. ഇനിയിപ്പോൾ എൻ്റെ ഭാഗം തെറ്റാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ കുറച്ചേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല. ബട്ട് NCERT നല്ലതാണ് ആണ്. ബട്ട് എനിക്ക് തോന്നുന്നു ഷെയർ ക്യാപിറ്റലൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഡിഗ്രിയുടെയോ അല്ലെങ്കിൽ PG-യുടെ ഒക്കെ ബുക്ക് വായിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ഡിബഞ്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുമ്പോഴത്തേക്ക് ഡിബഞ്ചേഴ്സിൻ്റെ കുറേ കാര്യങ്ങളുണ്ടല്ലേ. ഡിബഞ്ചേഴ്സിൻ്റെ മീനിങ്, ടൈപ്പ്, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, പാർ, പ്രീമിയം, ഡിസ്കൗണ്ട്, പിന്നെ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്, ഇതൊക്കെ NCERT-ക്കകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉണ്ട്, ബട്ട് അത് കുറച്ചേ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നത്. കുറച്ചും കൂടെ നിങ്ങളത് പഠിക്കാൻ നോക്കുക ഡിബഞ്ചേഴ്സിൻ്റെ. പക്ഷേ സമയം കിട്ടാൻ പാടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് ഇത്രയും പഠിക്കണം നിങ്ങളതിനകത്ത്. പിന്നെയുള്ളത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. NCERT-ക്കകത്ത് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഐ തിങ്ക് NCERT ബെറ്റർ ആണ്. ബട്ട് NCERT കൂടാതെ നിങ്ങൾ മറ്റ് മെറ്റീരിയൽ കൂടി യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ദാറ്റ്സ് വെരി ബെറ്റർ. അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. NCERT കൂടാതെ കുറച്ചും കൂടെ നല്ലതായിരിക്കും തോന്നുന്നു. NCERT കൂടാതെയുള്ള കാര്യങ്ങളല്ല. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L, ഇതൊക്കെ പക്ഷേ NCERT-ക്കകത്ത് കുറച്ചേ ഉള്ളൂ കേട്ടോ. അവരൊരു PG നിലവാരത്തിലുള്ള പരീക്ഷയൊക്കെയാണ് ഒരു ആൻസറാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ കുറച്ച് നന്നായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. റേഷ്യോസ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് NCERT-ക്കകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് റേഷ്യോസ് കൊടുത്തിട്ടുണ്ട്. റേഷ്യോ അനാലിസിസ് എനിക്ക് തോന്നുന്നു NCERT തന്നെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ, NCERT തന്നെ. പിന്നെ നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളൂ. വലിയ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് NCERT-ക്കകത്ത് നിന്നുള്ള സിലബസ് ആണെങ്കിലും NCERT-ലെ പല കാര്യങ്ങളും ഇതിൽ കാണുന്നില്ല, പല ടോപ്പിക്സിലും കാണുന്നില്ല. അപ്പം നിങ്ങൾ പഠിക്കുന്ന സമയത്തും അത് നോക്കി കണ്ടിട്ടെ ഏതാണെന്ന് വെച്ചാൽ ചെയ്യുന്നത് വളരെ ബെറ്റർ ആയിരിക്കും. അപ്പം MCQs എനിക്ക് ഈ ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉള്ളത്. MCQs നമ്മൾ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത്. ബട്ട് MCQs മാത്രമല്ലല്ലോ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുക. MCQസിന് അപ്പുറത്തേക്ക് മാറി മറ്റ് പല കാര്യങ്ങളും നമുക്ക് ചോദിക്കും. ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട് ഒരു 40 മാർക്കിന്. ഡിസ്ക്രിപ്റ്റീവ് നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് പ്രോബ്ലംസ് പഠിച്ച് പോയേ പറ്റും. അതിൽ എനിക്ക് തോന്നുന്നു 4 മാർക്കിൻ്റെ 10 ചോദ്യങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ സിലബസിൽ അങ്ങനെ കൊടുത്തേക്കുന്നത്. ഇപ്പം 4 മാർക്കിൻ്റെ 10 ചോദ്യങ്ങൾ എന്നാണ് കൊടുത്തേക്കുന്നത്. 10 ചോദ്യങ്ങളും 40 മാർക്കും. അപ്പം 4 മാർക്കിൻ്റെ 10 ചോദ്യങ്ങളാണോന്നൊന്നും അവിടെ പറഞ്ഞിട്ടേ ഇല്ല. ഇനിയിപ്പം 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾ 2 മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ബട്ട് 40 മാർക്കിന് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ 40 മാർക്കിന് ഒരു ഡിസ്ക്രിപ്റ്റീവായിട്ടുള്ളൊരു എക്സാം നിങ്ങൾ അക്കൗണ്ടൻസിയുടെ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധ കൊടുത്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും.
ഓക്കെ, ഡിസ്ക്രിപ്റ്റീവ് എക്സാംസിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അല്പം കൂടെ ഒന്ന് ശ്രദ്ധ കൊടുത്തത് പഠിക്കുന്നത് വളരെ ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഡിസ്ക്രിപ്റ്റീവ് ആകുമ്പോഴത്തേക്ക് നമുക്കുണ്ടാകുന്ന ഒരു ചാലഞ്ച്, ഒന്ന് അക്കൗണ്ടൻസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തിയററ്റിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്തായാലും കാണും. തിയറി ക്വസ്റ്റ്യൻസ് എന്തായാലും പരീക്ഷയ്ക്ക് കാണുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നമുക്കത് വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല, തിയറി വളരെ കുറച്ചേ ഉള്ളൂ. ഇത് പിന്നെ പ്രോബ്ലംസ് നമുക്ക് ഓരോന്നായിട്ട് ഡീൽ ചെയ്ത് പോകാം. ഓക്കെ, ഇപ്പോൾ തിയറി ക്വസ്റ്റ്യൻസ് നിങ്ങളെ സംബന്ധിച്ച് വലിയ ചാലഞ്ചിങ് ആവത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ MCQസിന് വേണ്ടി നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുമല്ലോ, ഒരു 60 മാർക്കിൻ്റെ MCQs. ഈ MCQസിന് വേണ്ടി നിങ്ങൾ പഠിക്കുന്ന 60 മാർക്കിൻ്റെ കാര്യങ്ങൾ തന്നെ നമുക്ക് എവിടെ യൂസ് ചെയ്യാൻ പറ്റും? തിയററ്റിക്കൽ ആയിട്ടുള്ള ഇവിടെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ MCQസിന് പഠിക്കുമ്പം നമ്മൾ പറയത്തില്ലേ, അല്പം ആഴത്തിൽ പോയി നിങ്ങൾ നന്നായിട്ട് പഠിക്കുമ്പോഴത്തേക്ക്, തിയറി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതുകയാണ് വേണ്ടത്. അപ്പം ഒരു റൈറ്റിംഗ് പ്രാക്ടീസ് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എഴുതി മാത്രമേ നമുക്കത് ശീലമാവുകയുള്ളൂ. അപ്പോൾ റൈറ്റിംഗ് പ്രാക്ടീസ് എന്ന് പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് ടൈം മാനേജ്മെൻറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളിത് പഠിക്കുമ്പോൾ തന്നെ പോയിന്റുകളൊക്കെ ഇടയ്ക്കെടുത്ത് നോക്കുക, റിവൈസ് ചെയ്യുക. ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യമാണ്. തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മളിപ്പോൾ MCQസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ തിയറി നിങ്ങൾക്ക് വലിയ ചാലഞ്ചിങ് ആവുകയില്ല, അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. പക്ഷെ നമുക്കൊരു വലിയ പ്രോബ്ലംസ് ആയിട്ട് വരുന്നതും ഈ പ്രോബ്ലം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലംസ് നമ്മൾ പഠിക്കുമ്പം കുറച്ചും കൂടെ പ്രോബ്ലം ചെയ്ത് പഠിച്ചാലല്ലേ മനസ്സിലാവുകയുള്ളൂ. പിന്നെ ഒരു വളരെ കോമൺ ആയിട്ട് വരുന്ന ഇഷ്യൂ, നമ്മൾ ഈ ഡിഗ്രിക്കും PGക്കും ഒക്കെ മറ്റേ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് പഠിച്ചതുകൊണ്ട് തന്നെ ഈ പരീക്ഷയ്ക്കും കാൽക്കുലേറ്റർ വേണമെന്ന് നമ്മൾ ആവശ്യം പിടിച്ചാൽ എനിക്ക് തോന്നുന്നില്ല അവർ കാൽക്കുലേറ്റർ അലോ ചെയ്യുന്നുള്ള കാര്യം. മോസ്റ്റ് പ്രോബ്ലി ഇപ്പം അതിനകത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് ഉള്ളോ, അതെനിക്ക് ഐ ഡോണ്ട് തിങ്ക് സോ. ഇൻസ്ട്രക്ഷൻസ് ഒന്നും ഇതുവരെ തന്നിട്ടില്ല ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ്റെ എങ്ങനെയാണെന്നുള്ള കാര്യം. ബട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷന് കാൽക്കുലേറ്ററൊക്കെ അലോ ചെയ്യാനുള്ള സാധ്യതയും വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു മിക്കവാറും കാണാനേ സാധ്യതയില്ല. കാൽക്കുലേറ്റർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നമ്മൾ തന്നെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നു? ഈ ന്യൂമറിക്കലായിട്ടുള്ള പ്രോബ്ലംസൊക്കെ നമ്മൾ തന്നെ എഴുതി സോൾവ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ ട്രേഡിംഗ് അക്കൗണ്ടൊക്കെ നമ്മൾ വരച്ച് പിന്നെ ഐറ്റംസ് എല്ലാം എഴുതി പോയി പിന്നെ നമ്മൾ കൂട്ടി അത് പിന്നെ ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രോബ്ലംസ് ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ അങ്ങ് പഠിച്ച് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽക്കുലേറ്റർ ഉപയോഗിക്കാതെ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. കാരണം അത് വളരെ നമുക്ക് അത്യാവശ്യമായിരിക്കും. പിന്നെ നമ്മുടെ റേഷ്യോ അനാലിസിസിൻ്റെ പ്രോബ്ലംസ് ആണെങ്കിൽ പോലും അങ്ങനെ കുറേ ഭാഗങ്ങളുണ്ടല്ലോ ഭാഗത്ത് കവർ ചെയ്യാൻ പറ്റുന്നത്. അതെല്ലാം നമ്മൾ എങ്ങനെ ചെയ്യാനായിട്ട് പാടുള്ളൂ? നമ്മൾ പ്രോബ്ലംസ് എല്ലാം നമ്മൾ ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതിൽ ചില ടോപ്പിക്സ് നമുക്ക് പ്രോബ്ലംസ് എന്തായാലും വരാൻ സാധ്യതയുള്ള ചില ഏരിയാസ് നമുക്കിതിൽ കാണാനായിട്ട് പറ്റും. ഇതിൽ നമുക്ക് ചില ഏരിയാസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ +1 ബുക്കിലേക്ക് കടക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഏറ്റവും നന്നായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം നമ്മുടെ സ്വന്തം ഫൈനൽ അക്കൗണ്ട്സ് ആണ്. ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് എ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത എനിക്ക് തോന്നുന്നു വളരെ കൂടുതലാണ്. ഡിപ്രീസിയേഷൻ എന്നൊക്കെ ചിലപ്പോൾ ജേണൽ എൻട്രീസ് ഒക്കെ എഴുതാനൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. പാർട്ണർഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് പക്ഷേ ഇവിടെ ഒന്നും തന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലായിടത്തും പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് തന്നെ അതേ വരൂ എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ലല്ലോ. കാരണം ക്യാഷ് ഫ്ലോ ഒരു പ്രോബ്ലം ചോദിക്കാം. ഫണ്ട് ഫ്ലോ എന്തായാലും പഠിക്കാനായിട്ടില്ല കേട്ടോ. ക്യാഷ് ഫ്ലോ മാത്രമേ പഠിക്കാനായിട്ടുള്ളൂ, ഫണ്ട് ഫ്ലോ നമുക്ക് പഠിക്കാനില്ല. പിന്നെ ഇവിടെ നമുക്ക് മറ്റേ കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടോ, അതിനെ പറ്റിയിട്ടൊന്നും സിലബസിൽ ഞാൻ കണ്ടില്ല. ചിലപ്പോൾ കാണുമായിരിക്കും കേട്ടോ, നമ്മളൊന്ന് നോക്കിക്കോണം. എവിടെയാണ് ഇവിടെ കുറച്ച് റേഷ്യോസിന് കാര്യം മാത്രമേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്യാഷ് ഫ്ലോ റേഷ്യോ ആയതുകൊണ്ട് 2 അനാലിസിസിനെ പറ്റി മാത്രമേ ഇവിടെ ഞാൻ കണ്ടുള്ളൂ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ഇവിടെ NCERTക്കകത്ത് എനിക്ക് തോന്നുന്നു കൂടുതലുണ്ട്. നിങ്ങൾ അതും കൂടെ പഠിച്ചു വെച്ചോളൂ. കാരണം ആ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റിയിരിക്കണം. സോ ഒന്ന് നന്നായിട്ട് പഠിക്കുന്നത് വളരെ ബെറ്റർ ആയിരിക്കും. ഷെയർ ക്യാപിറ്റലിൻ്റെ കാര്യം നന്നായിട്ടൊന്ന് നോക്കിക്കോളൂ. കാരണം അത് നമുക്ക് അത്യാവശ്യം എക്സാമിന് ചോദിച്ചേക്കാം, എസ്പെഷ്യലി ജേണൽ എൻട്രി. പിന്നെ ആസ് യൂഷ്വൽ നെറ്റിൻ്റെ പരീക്ഷയ്ക്ക് പോലും സ്ഥിരമായിട്ടും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഫീച്ചർ, അതിൻ്റെ റേഷ്യോ പോലെയുള്ള കാര്യങ്ങളൊക്കെ. എനിക്കിതിനകത്ത് ഇന്ന പോർഷൻ സ്കിപ്പ് ചെയ്യാൻ പറ്റുമെന്ന് പറയാനില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ സജഷൻ എന്ന് പറഞ്ഞാൽ NCERTയിലെ പ്രോബ്ലംസ് എങ്കിലും നിങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അറ്റ്ലീസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം NCERTക്ക് തന്നെ ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് ഇയറിൻ്റെ സെക്കൻഡ് ഇയറിൻ്റെ പ്രോബ്ലംസ് എടുത്താൽ കടൽ പോലെ കിടക്കുന്ന പ്രോബ്ലംസ് ആയിരിക്കും. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, 1-1.5 മാസം കൊണ്ട് നിങ്ങൾക്ക് തീർത്തെടുക്കാൻ പാടായിരിക്കും. നിങ്ങൾ സ്ട്രോങ് ആയിട്ട് എയിം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടയർ 1 വേണ്ടി പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ടയർ 2 വേണ്ടി കൂടെ ഒന്ന് വായിച്ച് തുടങ്ങുക. നിങ്ങൾക്കത് ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യമായിരിക്കും. സോ ഈ ഭാഗങ്ങളെല്ലാം കൃത്യമായിട്ടും പഠിക്കുക. നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അവിടെ നമുക്ക് ബിസിനസ് സ്റ്റഡീസിനെ പറ്റി ചർച്ച ചെയ്യാം.
താങ്ക് യു.